പത്തനംതിട്ടയിലെ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കായംകുളം സ്വദേശി നൌഫൽ പ്രതിയാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. 2020 സെപ്റ്റംബർ 5 ആണ് കേസിനാസ്പദമായ സംഭവം. അടൂരിൽ നിന്ന് കോഴഞ്ചേരിയിലേക്കുള്ള യാത്രാമധ്യേ ആംബുലൻസ് ആളൊഴിഞ്ഞ ഭാഗത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, ഈ നൌഫൽ കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തെ ആകെ നാണം കെടുത്തിയിട്ടുള്ള, മാതൃകാപരമായ കോവിഡ് പ്രതിരോധത്തിനിടയിൽ കേരളത്തെ ആകെ നാണം കെടുത്തിയ ഒരു കേസായിരുന്നു ഇത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിധിയുടെ വിശദാംശങ്ങൾ പറയും. തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വിധിയിൽ തൃപ്തികരമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ആ പെൺകുട്ടിയുടെ ആ ധൈര്യപൂർവമായ ഇടപെടൽ അത് തന്നെയാണ് ഈ കേസിൽ പ്രതിയെ പ്രതിക്ക് പരമാവധി ശിക്ഷയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തമാണ്, വിവിധ വകുപ്പുകളിൽ ജീവപര്യന്തമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1,80,000 രൂപ പിഴയും പ്രതിക്ക് ചുമത്തിയിട്ടുണ്ട്. 2020 സെപ്റ്റംബർ 5 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അടൂരിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകവെ ആറന്മുളയിൽ വെച്ച് പെൺകുട്ടിയെ ആംബുലൻസിനുള്ളിൽ പ്രതിയായ ഡ്രൈവർ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയോട് ഈ പ്രതി നൽകിയ അല്ലെങ്കിൽ പ്രതി പറഞ്ഞ ആ മാപ്പപേക്ഷ പെൺകുട്ടി ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും അത്തരത്തിലാണ്. ആ ഫോൺ സന്ദേശം അല്ലെങ്കിൽ ആ പെൺകുട്ടി റെക്കോർഡ് ചെയ്ത ഫോൺ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതി പരിഗണിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏറെ വിവാദമുണ്ടായ അല്ലെങ്കിൽ ഏറെ കുളടക്കം സൃഷ്ടിച്ച പീഡന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതിന് ജീവപര്യന്തത്തിന് പുറമെ 1,80,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറഞ്ഞത്. ഇന്നലെ തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. കായംകുളം സ്വദേശി നൌഫലിനെ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയതിന് പിന്നാലെയാണ് 2020 സെപ്റ്റംബർ 5 ആംബുലൻസിൽ വെച്ച് കോവിഡ് ബാധിതയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ നൌഫലിനെതിരെ ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിലെ ശ്രീരാജ് ബാബു.